ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വിശ്വാസികളുടെ ദുഃഖാന തെരുവിൽ. ജൂലൈ 3 മൗണ്ട് തോമസിന്റെ കവാടത്തിൽ തെരുവിൽ വിശ്വാസികളുടെ സത്യാഗ്രഹം. 1443 ഒരു സുറിയാനി ലിഖിതത്തില് ദുഃഖാനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1443 ഒരു സുറിയാനി ലിഖിതമാണ്. ജൂലൈ 3 ഇന്ത്യയിൽ വെച്ച് കുന്തത്താൽ കുത്തപ്പെട്ട മാർത്തോമായുടെ ഓർമ്മ തിരുനാൾ, രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ. ഇന്ന് നമ്മൾ കുന്തത്താൽ കുത്തപ്പെട്ടിരിക്കുന്നു. മാർത്തോമാ ശ്ലീഹായെ എതിരാളികളാണ് പിന്നിൽ നിന്ന് കുത്തിയതെങ്കിൽ നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെയാണ്. ആ ആളുകൾ സീറോ മലബാർ ദിനം എന്ന ദിനം ആഘോഷിക്കാനായി സഭയുടെ പ്രതിനിധികളോടൊപ്പം മൗണ്ട് തോമസിന്റെ ഉള്ളിൽ സമ്മേളിക്കുമ്പോൾ നമ്മൾ സത്യവിശ്വാസികൾ പുറത്ത് തെരുവില് തങ്ങൾക്കും സഭയുടെ കുർബാന കിട്ടണമേ എന്ന യാചനയുമായി സത്യാഗ്രഹത്തിൽ ഇരിക്കുകയാണ് സത്യവിശ്വാസികൾ. തീർച്ചയായിട്ടും സീറോ മലബാർ ദിനം ആഘോഷം വേണ്ടത് തന്നെയാണ്. അവിടെ അകത്ത് റാസ കുർബാനയുണ്ട്, സഭയുടെ കുർബാന. പുറത്ത് സഭയുടെ കുർബാന കിട്ടാൻ വേണ്ടിയുള്ള തെരുവ് യാചന. അകത്ത് മൃഷ്ടാന്ന ഭോജനം, അത് വേണ്ടത് തന്നെ. സ്വർഗത്തിൽ തോമാസ് ലീഗ അനുഭവിക്കുന്ന ആനന്ദത്തെ പ്രതിഫലിപ്പിക്കാൻ അത് വേണം. പക്ഷേ പുറത്ത് സത്യവിശ്വാസികൾക്ക് പിച്ചച്ചട്ടിയാണ്. കുർബാനയിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്ത വിധം. മൃഷ്ടാന്ന ഭോജനമൊക്കെ പോകട്ടെ, ഒരു കുർബാന, തോമാസ് ലീഹായുടെ കുർബാന, തോമസ് ലിച്ചിട്ടനായി അദ്ദായി മാറി ശിഷ്യന്മാരുടെ കുർബാന, അത് കിട്ടാനുള്ള യോഗമില്ലാതെ പിച്ചച്ചട്ടിയുമായിട്ട് മൗണ്ട് തോമസിന്റെ പുറത്ത് തെരുവിൽ നിൽക്കുകയാണ് സത്യവിശ്വാസികൾ. ആരാണ് നമ്മൾ ഈ തെരുവിലേക്ക് ഇറക്കി വിട്ടത്? സഭാ നേതൃത്വം തന്നെ. ഏകീകൃത കുർബാന സഭയിൽ മൊത്തം വേണമെന്ന് തീരുമാനിച്ചത് അവര്. ഇപ്പോൾ ഈ സത്യവിശ്വാസികൾക്ക് അത് നിഷേധിച്ചിരിക്കുന്നതും അവര് തന്നെ. അവർ നമ്മെ പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നു. അവരാണ് നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയത്. അവരാണ് ഈ ജൂലൈ 3 അകത്ത് മൗണ്ട് തോമസിനകത്ത് റാസകുർബാന ചൊല്ലുന്നത്. പുറത്ത് ആ കുർബാന കിട്ടാൻ വേണ്ടി തെരുവിൽ യാചിക്കുന്നത് അവരാണ് നമ്മൾ ഇറക്കി വിട്ടത്. അവരാണ് തീരുമാനിച്ചത് ഏകീകൃത കുർബാന വേണമെന്ന്. ഇപ്പോൾ അത് നിഷേധിച്ചിരിക്കുന്നതും പിന്നിൽ നിന്ന് കുത്തിയിരിക്കുന്നതും അവർ തന്നെയാണ്. അതിനാൽ അവർക്ക് നേതൃസ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായോ കാനോനികമായോ അർഹതയില്ല. ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ. അങ്ങനെയാണ് ഈ തലപ്പത്തിരിക്കുന്ന 2 മെത്രാന്മാർക്ക് എതിരെ സഭാ കോടതിയുടെ വിധി. ഗ്രോസ് വയലേഷൻ ഓഫ് കാനൻ ലോ. കാനൻ നിയമത്തിന്റെ ഗൗരവമായ ലംഘനം. അതിനുള്ള ശിക്ഷ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കുക തന്നെയാണ്. അതിനാൽ സഭാ നേതൃത്വത്തിന്റെ രാജി ആവശ്യപ്പെട്ടാണ് നമ്മുടെ സത്യാഗ്രഹം. സഭാ നേതൃത്വത്തിന്റെ രാജി ആവശ്യപ്പെട്ടാണ് സത്യാഗ്രഹം. കാരണം കാനോൻ നിയമത്തിന്റെ ഗൗരവമായ ലംഘനം അവർ നടത്തിയിരിക്കുന്നുവെന്ന് കോടതി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. സഭാ കോടതി. എറണാകുളത്ത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തി തീർത്തില്ലെങ്കിൽ വത്തിക്കാൻ ഇടപെട്ട് മെത്രാൻ സിനഡിനെ തന്നെ സസ്പെൻഡ് ചെയ്യുമെന്നും എല്ലാ മെത്രാന്മാർക്കും അധികാരം പോകുമെന്നും ഇനി അധികാരം ഉണ്ടായാൽ തന്നെ അത് പരിമിതപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ സമവായ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നാണ് കേൾക്കുന്ന വിവരം. നിങ്ങൾ കേട്ടോ? മനസ്സിലായോ? എറണാകുളത്ത് ഇപ്പോൾ എന്തെങ്കിലും ചെയ്തെന്ന് വരുത്തി തീർത്തില്ലെങ്കിൽ സിനഡിന് മുമ്പ് വത്തിക്കാൻ ഇടപെട്ട് മെത്രാൻ സിനഡിനെ തന്നെ സസ്പെൻഡ് ചെയ്യും. എല്ലാ മെത്രാന്മാർക്കും അധികാരം പോകും, അല്ലെങ്കിൽ എല്ലാ മെത്രാന്മാരുടെയും അധികാരം പരിമിതപ്പെടുത്തും. അങ്ങനെ വന്നാൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും നഷ്ടമാണ് എന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇപ്പൊ ഈ സമവായ സർക്കിൾ ഇറക്കിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധികാരം പോകുമെന്ന ഭീഷണി കേട്ടപ്പോൾ കർത്താവ് പോയാലും കുഴപ്പമില്ല, സഭ നശിച്ചാലും കുഴപ്പമില്ല, സഭയ്ക്ക് നാണക്കേടുണ്ടായാലും കുഴപ്പമില്ല, സഭയിലെ വൈദികർക്കോ സത്യവിശ്വാസികൾക്കോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ലജ്ജിതരായാലും കുഴപ്പമില്ല, എൻ്റെ അധികാരം പോകരുത് എന്ന മാനസിക നിലയിലേക്ക് ബന്ധപ്പെട്ടവരൊക്കെ എത്തിയത്രേ. അപ്പോൾ സത്യവിശ്വാസികൾക്കുണ്ടായ അവസ്ഥ എന്താണ്? ഞാനതൊന്ന് വർണ്ണിക്കുകയാണ്. ഈ സത്യവിശ്വാസികളുടെ അവസ്ഥ ഞാനൊന്ന് വർണ്ണിക്കുക. കഥ പറഞ്ഞു തീരും മുമ്പ് മരണമെത്തുമോ? നേതൃത്വത്തിനെതിരെ മിണ്ടിയാൽ കേസ്, ലോക്കപ്പ്, ഷോക്കോസ് നോട്ടീസ്, തടവറയിൽ ഇട്ട് കളയും, തല വെട്ടിക്കളയും എന്ന ഭീഷണികൾ. എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എന്തെല്ലാം ഭീഷണിയാണ്. മാണിപ്പറമ്പൻ എവിടെ പോയി ഒളിച്ചാൽ ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച. കേട്ടാൽ അറയ്ക്കുന്ന തെറികളാണ് അവർ പറയുന്നത്. എൻ്റെ സ്റ്റാഫിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
കുറേ നാളായി തുടങ്ങിയിട്ടത്. പലതും അവർ എന്നോട് പറയില്ല, കാരണം ഞാനത് വീഡിയോയിൽ പറഞ്ഞാൽ എനിക്ക് വിചാരിച്ചിട്ട് അവർ പറയില്ല. കഴിഞ്ഞ ദിവസം അവർ സ്റ്റാഫൊക്കെ അല്ലേ ഇവർ ചെന്ന് ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. പേടിച്ചിട്ടൊന്നുമില്ല, അവർ പേടിക്കാതെ അല്ലേ, പേടിച്ച് മാളത്തിൽ ഇരിക്കൊന്നുമില്ല. എങ്കിലും ഇത്തരം ഭീഷണികളും ഞാൻ വെറുതെ ഏച്ചുകെട്ടി പറയുന്നതല്ല. ഇനി ഞാൻ മിണ്ടാതിരുന്നാലോ, നമ്മൾ മിണ്ടാതിരുന്നാലോ, സമരത്തിന് പോകാതിരുന്നാലോ സഭ മുടിയും. തല പോയാലും വേണ്ടില്ല, സുറിയാനി സഭ മുടിയരുത്. അങ്ങനെ ചിന്തിക്കുന്നവരും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് ഇന്നത്തെ പ്രവാചകന്മാർ. ഇപ്പോൾ എന്താണ് കാണുന്നത്? ഒരാൾ അധികാരത്തിൽ വന്നതിന് ശേഷം ദൈവജനത്തിന് അനുമതിയില്ലാതെ അവരുടെ സഭാജീവിതത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുക. അധികാരത്തിനെയും ഏകാധിപത്യത്തിനെയും പല പല അടരുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അയാൾ നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ മായാജാലം ദൈവജനത്തിന്റെ നേതൃത്വത്തിലുള്ളവരുടെ ഓർമ്മകളെ പതിയെ മായിച്ചു കളഞ്ഞ് അതിലേക്ക് പുതിയ ചരിത്രത്തെ, വ്യാജമായി കെട്ടിച്ചമച്ച ചരിത്രത്തെ നിറയ്ക്കുന്നതാണ്. ഏകാധിപത്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന ട്രൈറ്റ് ആണ് ഇത്. വിശ്വാസം, നീതി, ന്യായം, സഭയുടെ കുർബാന എന്നിവയെക്കുറിച്ച് പറയുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, അതായത് ഈ പ്രതിയോഗികളുമായിട്ട്, എതിരാളികളുമായിട്ട് ചർച്ച ചെയ്ത് സമവായത്തിലെത്തണം. ഇതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അസ്തിത്വമില്ലാത്ത അജപാലന പ്രതിസന്ധിയെക്കുറിച്ചാണ് അയാൾ സംസാരിക്കുന്നത്. എൻ്റെ കാലത്ത് സമാധാനം ഉണ്ടായി എന്നാണ് അയാളുടെ അവകാശവാദം. എന്നാൽ സത്യവിശ്വാസികളെ പച്ചയ്ക്ക് ചവിട്ടി അരച്ചും പണവും സ്വാധീനമുള്ള വിമതർക്ക് അനീതി ചെയ്യാൻ അവസരമൊരുക്കിയുമാണ് അത് നേടിയത്. അത് നേട്ടമാണോ? കോട്ടമല്ലേ? അത് തിരുത്തപ്പെട്ടില്ലെങ്കിൽ സഭ തന്നെ നിലനിൽക്കുമോ? മാത്രമല്ല, ദൈവസ്നേഹത്തിനും അനുസരണത്തിനും മുകളിലാണോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്? ഇത് മനസ്സിലാക്കാൻ ദീർഘദൃഷ്ടിയൊന്നും വേണ്ട. പ്രവാചകന്റെ സത്യസന്ധത മാത്രം മതി. മനുഷ്യനെ നിശബ്ദമാക്കുകയും അധികാരം കേന്ദ്രീകരിക്കുകയും അത് ദുഷിക്കുകയും ചെയ്താൽ ആ നേതൃത്വത്തെ വലിച്ച് താഴെയിടണം. ആരാണോ വലിയവനെന്ന് പറഞ്ഞ്, ആരെയാണോ വലിയവനെന്ന് പറഞ്ഞ് പ്രതിമയുണ്ടാക്കി പ്രതിമയ്ക്ക് പൂമാലയിട്ടത്, അവർ തന്നെ ആ പ്രതിമ വലിച്ചിട്ട് തകർത്ത് കളയണം. ഇല്ലെങ്കിൽ ദൈവജനം മുഴുവൻ പ്രവാസത്തിലേക്കും പിന്നെ ശൂന്യതയിലേക്കും പോകും. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ജൂലൈ 3 സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാനോനികമായും ധാർമ്മികമായും അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ട, അധികാരം നഷ്ടപ്പെട്ടവരാണ് ഇപ്പോൾ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നത്. കാനോനികമായിട്ടും ധാർമ്മികമായിട്ടും അവർക്ക് ഇരിക്കാനായിട്ട് യാതൊരു അർഹതയുമില്ല. അവരെ വലിച്ച് താഴെയിടുക എന്നത് തന്നെയാണ് ജൂലൈ 3 സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അതിനാൽ ബന്ധപ്പെട്ട ഗ്രൂപ്പ് നേതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ആ സമയത്തും ആ സ്ഥലത്തൊക്കെ നിങ്ങൾ എത്തി ജൂലൈ 3 മൗണ്ട് തോമസിന്റെ മുമ്പിൽ സത്യവിശ്വാസികളുടെ സത്യാഗ്രഹം പരമാവധി വിജയിപ്പിക്കുക. അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ പ്രാർത്ഥനയും ആശീർവാദവും ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ ഉയിര് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം. അത്രമാത്രം സങ്കടത്തോടും നിങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ടുമാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. എൻ്റെ സാന്നിധ്യം, ഫിസിക്കൽ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിലും എൻ്റെ മനസ്സും ഉയരും ഒക്കെ അവിടെ ഉണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഈ സമരം നമ്മൾ വിജയിക്കും. കാരണം കർത്താവാണ്, തോമാസ് ലീഹയാണ് നമ്മളോട് ഇത് പറഞ്ഞത്. ഇന്ന് തോമാസ് ലീഹയുടെ രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ കൊല്ലപ്പെട്ട് നിൽക്കുകയാണ്, രക്തസാക്ഷികളാകാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. നമ്മളാണ് തോമായുടെ മക്കള്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.